ഹലോ ട്രേഡേഴ്സ്, വെൽക്കം ബാക്ക്. സോ നമുക്ക് അനാലിസിലേക്ക് കിടക്കാം. അനാലിസിസ് പറയുകയാണെങ്കിൽ ഓൾറെഡി ലെവൽസ് ഞാൻ മാർക്ക് ചെയ്തിട്ടുണ്ട്. സോ ഒന്നുകൂടെ ക്ലിയർ ആയിട്ട് കാണിക്കാം. സോ നിഫ്റ്റിന്ന് സ്റ്റാർട്ട് ചെയ്യാം. നിഫ്റ്റി തേർഡ് മാർക്കറ്റിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്യാം. തേർഡ് മാർക്കറ്റിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്യുകയാണെങ്കിൽ നമുക്ക് ഇവിടെ മാർക്കറ്റ് എന്ത് ചെയ്തു? ആദ്യം പ്രീവിയസ് ഡേ മാർക്കറ്റിന്റെ ബിഹേവിയർ നമ്മൾ മനസ്സിലാക്കും. എങ്ങനെയാണ് പ്രീവിയസ് ഡേയിൽ മാർക്കറ്റ് വർക്ക് ആയെന്നുള്ള ബിഹേവിയർ മനസ്സിലാക്കും. അതിന് പ്രീവിയസ് ഡേയിൽ ഗ്യാപ്പ് അപ്പ് ഓപ്പൺ ചെയ്തിട്ട് സ്ലൈറ്റ്ലി ഗ്യാപ്പ് അപ്പ് ഓപ്പൺ ചെയ്തിട്ട് മാർക്കറ്റ് എന്ത് ചെയ്തു? ക്ലോസിംഗ് പ്രൈസ് ബ്രേക്ക് ഡൗൺ ചെയ്തിട്ട് പിന്നെ പോസിറ്റീവില് ക്ലോസ് ചെയ്തു. ഓക്കെ, അതായത് ക്ലോസിംഗ് പ്രൈസ് ബ്രേക്ക് ചെയ്ത് മാർക്കറ്റ് പോസിറ്റീവിലാണ് ക്ലോസ് ചെയ്തേക്കുന്നത്. സോ ഫസ്റ്റ് ഇനിഷ്യൽ മൊമെന്റം എന്ന് പറയുന്നത് അതാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. ഗ്യാപ്പ് അപ്പ് ഓപ്പൺ ചെയ്ത് ക്ലോസിംഗ് പ്രൈസ് ബ്രേക്ക് ചെയ്തിട്ട് പോസിറ്റീവില് ക്ലോസ് ചെയ്തു. ഓക്കെ, അത് ക്ലിയർ ആണ്. സോ സെൻസസ് നോക്കുവാണെങ്കിൽ സ്ലൈറ്റ്ലി ഗ്യാപ്പ് അപ്പ് ഓപ്പൺ ചെയ്തിട്ട് ക്ലോസിംഗ് പ്രൈസ് ബ്രേക്ക് ചെയ്തിട്ടാണ് പിന്നെ പോസിറ്റീവില് ക്ലോസ് ചെയ്തത്. ഓപ്പണിംഗിൽ തന്നെ സെല്ലിംഗ് വന്ന് ക്ലോസിംഗ് പ്രൈസ് ഡയറക്ട്ലി ബ്രേക്ക് ചെയ്തു, ദെൻ പോസിറ്റീവില് ക്ലോസ് ചെയ്തു. സോ മാർക്കറ്റ് ഓൾറെഡി പോസിറ്റീവ് ആണ്. പ്രീവിയസ് ഡേയുടെ മൊമെന്റം വെച്ച് നോക്കുകയാണെങ്കിൽ മാർക്കറ്റ് പോസിറ്റീവ് ആണ്, ബോത്ത് നിഫ്റ്റി, സെൻസസ്, ബാങ്ക് നിഫ്റ്റി. കാരണം ഇവിടെ ചെറിയ ഗ്യാപ്പ് ഓപ്പൺ ചെയ്തിട്ട് ക്ലോസിംഗ് പ്രൈസ് ബ്രേക്ക് ചെയ്ത്, ബാങ്ക് നിഫ്റ്റി ഫ്ലാറ്റ് ഓപ്പൺ ചെയ്തിട്ട് ക്ലോസിംഗ് പ്രൈസ് ബ്രേക്ക് ചെയ്തിട്ട് പിന്നെ ക്ലോസിംഗ് പ്രൈസ് ബ്രേക്കപ്പ് ചെയ്തിട്ട് പോസിറ്റീവില് ക്ലോസ് ചെയ്തു. സോ മൂന്ന് ഇൻഡെക്സും ക്ലോസിംഗ് പ്രൈസ് ബ്രേക്ക് ചെയ്തിട്ട് പോസിറ്റീവിലാണ് ക്ലോസ് ചെയ്തേക്കുന്നത്. സോ അത് ക്ലിയർ ആണ്. ഇനിഷ്യൽ മൊമെന്റ് ഗ്യാപ്പ് അപ്പ് ഓപ്പൺ ചെയ്തിട്ട് ഡയറക്ട്ലി മാർക്കറ്റ് ക്ലോസിംഗ് പ്രൈസ് ബ്രേക്ക് ചെയ്തിട്ടാണ് പിന്നെ തിരിച്ച് ബ്രേക്കപ്പ് ചെയ്ത് മുകളിൽ ക്ലോസ് ചെയ്തേക്കുന്നത്. സോ ഇനിഷ്യൽ മൊമെന്റവും ഓപ്പണിംഗിന്റെ ടൈമിൽ, പ്രീവിയസ് ഇയർ ഓപ്പണിംഗിന്റെ ടൈമിലുള്ള മൊമെന്റവും മാർക്കറ്റ് ഓവറോൾ എങ്ങനെയാണ് ക്ലോസ് ചെയ്തെന്നുള്ള ആ ഒരു ബിഹേവിയർ മനസ്സിലാക്കിയാൽ മതി. സോ അത് ക്ലിയർ ആണ്. ദെൻ മാർക്കറ്റിൽ നമ്മൾ പ്രീവിയസ് ഹൈ മാർക്ക് ചെയ്തു, ക്ലോസിംഗ് പ്രൈസും മാർക്ക് ചെയ്തു. സെൻസസിലും പ്രീവിയസ് ഹൈയും ക്ലോസിംഗ് പ്രൈസും മാർക്ക് ചെയ്തു. സോ ബാങ്ക് നിഫ്റ്റി പറയുകയാണെങ്കിൽ ഒരു എക്സ്റ്റൻഡഡ് ലെവൽ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. ഈ ഒരു ലെവലിൽ നിന്ന് മാർക്കറ്റ് കുറെ നേരം ഹോൾഡ് ചെയ്തുകൊണ്ട് അത് ബ്രേക്ക് ചെയ്ത് എക്സ്റ്റെൻഡ് ചെയ്ത് പിന്നെയും വീണ്ടും കൺസോളിഡേറ്റ് ചെയ്ത് പിന്നെ കണ്ടിന്യൂസ് ഒരു മൊമെന്റം ആയിരുന്നു. സോ അതൊരു എക്സ്റ്റൻഡഡ് ലെവലാണ്. എക്സ്റ്റൻഡഡ് ലെവൽ മാർക്ക് ചെയ്യാം. നിഫ്റ്റിയിൽ ഇതൊരു എക്സ്റ്റൻഡഡ് ലെവലാണ്. സോ ഈ ലെവൽ ക്ലിയർ ആണ്, ഇതൊരു എക്സ്റ്റൻഡഡ് ലെവലാണ്. സോ ഇതിന്റെ മുകളിൽ കുറെ നേരം കൺസോളിഡേറ്റ് ചെയ്തിട്ട് പിന്നെ അത് ബ്രേക്ക് ചെയ്ത് ഡയറക്ട്ലി ബ്രേക്ക് ചെയ്ത് മാർക്കറ്റ് മുകളിലേക്ക് പോയി ക്ലോസ് ചെയ്തു. സോ ഇവിടെ ബയേഴ്സ് ആണ് ആക്ടിവേറ്റ് ആയിട്ടുള്ളത്. ഇവിടെ ബയേഴ്സ് ആണ് നിഫ്റ്റിയിൽ തേർഡ് മാർക്കറ്റിൽ ബയേഴ്സിനെ ആക്ടിവേറ്റ് ചെയ്തിട്ടാണ് മാർക്കറ്റ് എന്ത് ചെയ്തിരിക്കുന്നത്? ക്ലോസ് ചെയ്തേക്കുന്നത്. സോ വൺ ലെവൽ ഓഫ് ബയേഴ്സ്, അതായത് ഈ ഒരു എക്സ്റ്റൻഡ് ലെവൽ ബ്രേക്ക് ചെയ്ത് മുകളിൽ ക്ലോസ് ചെയ്തേക്കുന്നതുകൊണ്ട് തന്നെ വൺ ലെവൽ ഓഫ് ബയേഴ്സ് മാത്രമാണ് ആക്ടിവേറ്റ് ആയിട്ടുള്ളത്. വേറെ ആക്ടിവിറ്റി ഒന്നും നിഫ്റ്റിയിലില്ല. സോ തേർഡ് മാർക്കറ്റില് സെൻസെക്സിൽ നോക്കുവാണെങ്കിൽ സെൻസെക്സ് ഇവിടെ എന്ത് ചെയ്തു? കൺസോളിഡേറ്റ് ചെയ്ത് ഈ ലെവൽ എക്സ്റ്റെൻഡ് ചെയ്ത് പിന്നെ അത് ബ്രേക്ക് ചെയ്ത് ഡയറക്ട്ലി ക്ലോസ് ചെയ്തു. സോ സെൻസെക്സ് പറയുകയാണെങ്കിൽ ഒരു എക്സ്റ്റെൻഡഡ് ലെവൽ സെൻസസിൽ മാർക്ക് ചെയ്യുക. ഇതൊരു എക്സ്റ്റെൻഡഡ് ലെവലാണ്, സെൻസസിൽ മാർക്ക് ചെയ്തു. സോ സെൻസെക്സ് എന്താ ചെയ്തേക്കുന്നത്? കൺസോളിഡേറ്റ് ചെയ്തിട്ട് ബ്രേക്ക് ചെയ്ത്, അത് കൂടാതെ 80,500 എന്നുള്ള ഈ റൗണ്ട് നമ്പർ കണ്ടോ? ഈ റൗണ്ട് നമ്പറും ഡയറക്ട്ലി ബ്രേക്ക് ചെയ്തിട്ടാണ് ക്ലോസ് ചെയ്തേക്കുന്നത്. സോ സെൻസസിൽ 2 ലെവൽ ഓഫ് ബയേഴ്സ് ആണ് ആക്ടിവേറ്റ് ചെയ്തേക്കുന്നത്. ഇവിടെയും ബയേഴ്സ്, ഇവിടെയും ബയേഴ്സ്. അതായത് ഈ റൗണ്ട് നമ്പർ ബ്രേക്ക് ചെയ്ത് ബയേഴ്സിനെ ആക്ടിവേറ്റ് ചെയ്തു, അത് റൗണ്ട് നമ്പറിന്റെ മുകളിൽ മാർക്കറ്റ് ക്ലോസ് ചെയ്തപ്പോൾ ബയേഴ്സിനെ ആക്ടിവേറ്റ് ചെയ്തു. സോ ഈ എക്സ്റ്റൻഡ് ലെവലും ബ്രേക്ക് ചെയ്തുകൊണ്ട് ബയേഴ്സിനെ ആക്ടിവേറ്റ് ചെയ്തു. സോ 2 ലെവൽ ഓഫ് ബയേഴ്സ് ആണ് സെൻസെക്സിൽ ആക്ടിവേറ്റ് ചെയ്തേക്കുന്നത്. ബാങ്ക് നിഫ്റ്റി നോക്കുവാണെങ്കിൽ ബാങ്ക് നിഫ്റ്റി ഈ ഒരു പർട്ടിക്കുലർ ലെവല് ഈ ഒരു സ്വിങ് ബ്രേക്ക് ചെയ്ത് കുറെ നേരം ആ സ്വിങ്ങിന്റെ താഴെ മാർക്കറ്റ് എന്ത് ചെയ്ത്? കൺസോളിഡേറ്റ് ചെയ്ത് ആ സ്വിങ് ബ്രേക്ക് ചെയ്ത്, അതുകൂടാതെ 54,000 എന്നുള്ള റൗണ്ട് നമ്പർ ഡയറക്ട്ലി മാർക്കറ്റ് ബ്രേക്ക് ചെയ്തിട്ട് അതിന്റെ മുകളിൽ ക്ലോസ് ചെയ്യുമ്പോഴേക്കും ഇവിടെയും ബയേഴ്സ് ആക്ടിവേറ്റ് ആവും. സോ ബാങ്ക് നിഫ്റ്റിയും 2 ലെവൽ ബയേഴ്സിന് ആക്ടിവേറ്റ് ആയിട്ടാണ് മാർക്കറ്റ് ക്ലോസ് ചെയ്തത്. ഓക്കെ, പിന്നെ ഇനി അടുത്ത ഓപ്പണിംഗിലേക്ക് കിടക്കാം. മാർക്കറ്റ് എന്ത് ചെയ്തു? ഹ്യൂജ് ഗ്യാപ്പ് അപ്പ് വന്നു. ഇൻ കേസ് നിഫ്റ്റിയില് ഈ ഒരു സെല്ലേഴ്സ് ഉണ്ട്, ഈ ഒരു പർട്ടിക്കുലർ ലെവലിന്റെ താഴെ നമ്മൾ ഓൾറെഡി പറഞ്ഞിട്ടുണ്ട്, ഒരു ലെവലിന്റെ താഴെ സ്ട്രോങ് ആയിട്ടുള്ള ഒരു ബൗൺസിംഗ് ലെവൽ ആണെങ്കിൽ ഇതൊരു ബൗൺസിംഗ് ലെവൽ എന്ന് നമുക്ക് പറയാം. നിഫ്റ്റിയിൽ അത്യാവശ്യം സ്ട്രോങ് ആയിട്ടുള്ള ഒരു ബൗൺസിംഗ് ലെവലാണ് നിഫ്റ്റിയിൽ ഇത്.
ഈ ഒരു ബൗൺസിംഗ് ലെവലിന്റെ താഴെ മാർക്കറ്റ് എന്ത് ചെയ്തു? കൺസോളിഡേറ്റ് ചെയ്തിട്ടാണ് മാർക്കറ്റ് ക്ലോസ് ചെയ്തേക്കുന്നത്. ഓക്കെ, ചെറിയൊരു കൺസോളിഡേഷൻ വന്നിട്ട് നിയർ ബൈ ക്ലോസ് ചെയ്തേക്കുന്നതുകൊണ്ട് ഇവിടുന്ന് സെല്ലേഴ്സും ആക്ടിവേറ്റ് ചെയ്യാനുള്ള ചാൻസ് ഉണ്ട്. സോ മാർക്കറ്റ് ഈ ഗ്യാപ്പ് ഒക്കെ വരുമ്പോഴേക്കും ഈ സെല്ലേഴ്സിനെ മാർക്കറ്റ് എന്ത് ചെയ്യും? എക്സിറ്റ് ചെയ്യും. ഹ്യൂജ് ഗ്യാപ്പ് ഒക്കെ വരുമ്പോൾ സെല്ലേഴ്സിനെ എക്സിറ്റ് ചെയ്യും. സോ അവിടെ സെല്ലേഴ്സോ കാര്യങ്ങളോ ഒന്നും തന്നെ ഇല്ല, അത് ക്ലിയർ ആണ്. അപ്പൊ ഈ ലെവൽ നമുക്ക് മാർക്ക് ചെയ്യേണ്ട കാര്യമില്ല. സോ ആ ലെവലിൽ ഉള്ള സെല്ലേഴ്സിനെ മാർക്കറ്റ് ക്ലിയർ ചെയ്ത് ഹ്യൂജ് ഗ്യാപ്പ് നിന്നുകൊണ്ട് എന്നിട്ട് മാർക്കറ്റ് എന്ത് ചെയ്തു? ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഒരു എക്സ്റ്റൻഡഡ് ബൗൺസിംഗ് ലെവൽ ഇവിടെ ഓൾറെഡി ഉണ്ട്. 26th മാർക്കറ്റിൽ ക്ലിയർ ചെയ്യാത്ത ക്ലോസിംഗ് പ്രൈസുകളല്ല. ഈ ക്ലോസിംഗ് പ്രൈസ് എന്ത് ചെയ്യും? മാർക്കറ്റ് കറക്റ്റ് നമ്മൾ എക്സ്റ്റെൻഡ് ചെയ്യുകയാണെങ്കിൽ നിയർ ബൈ ആ ക്ലോസിംഗ് പ്രൈസിന്റെ അടുത്ത് നിന്നാണ് മാർക്കറ്റിന്റെ സെല്ലിംഗ് വന്നേക്കുന്നത്. ഓപ്പണിംഗ് തന്നെ കറക്റ്റ് ആ ക്ലോസിംഗ് പ്രൈസ് ക്ലിയർ ചെയ്യാത്ത ക്ലോസിംഗ് പ്രൈസിൽ നിന്നാണ് മാർക്കറ്റിലെ സെല്ലിംഗ് വന്നേക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇതുപോലുള്ള ക്ലിയർ ചെയ്യാത്ത ക്ലോസിംഗ് പ്രൈസ് വളരെ ഇമ്പോർട്ടന്റ് ആണ്. കഴിഞ്ഞ വീഡിയോസിൽ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ക്ലിയർ ചെയ്യാത്ത ക്ലോസിംഗ് പ്രൈസ് എപ്പോഴും ഇമ്പോർട്ടന്റ് ആണ്. സോ അവിടെ നിന്നാണ് ഇത്ര ഹ്യൂജ് ക്യാൻഡിന്റെ സെല്ലിംഗ് വന്നിരിക്കുന്നത്. സോ അത് കൂടാതെ 25,000 എന്നുള്ള റൗണ്ട് നമ്പറിന്റെ താഴെ നിന്നും സെല്ലിംഗ് വന്നിട്ടുണ്ട്. ഇവിടെ എന്താ നടന്നേക്കുന്നത് വെച്ചാൽ മാർക്കറ്റിൽ ഈ ഒരു പർട്ടിക്കുലർ ലെവല് കണ്ടുകൊണ്ട് അവിടുന്ന് പിന്നെ നിയർ ബൈ 25,000 തൗസൻഡും കണ്ടുകൊണ്ട് അവിടുന്ന് ഹ്യൂജ് റെഡ് ക്യാൻഡിൽ തരുമ്പോഴേക്കും ഇവിടെ സെല്ലേഴ്സ് ആക്ടിവേറ്റ് ആവും. പുതിയ സെല്ലേഴ്സ്, ന്യൂ സെല്ലേഴ്സ് ഇവിടുന്ന് ഇവിടെ ആക്ടിവേറ്റ് ആവും. ഓൾഡ് സെല്ലേഴ്സ് മാർക്കറ്റ് ക്ലിയർ ചെയ്തു. ഇവിടെ ന്യൂ സെല്ലേഴ്സ്, പുതിയ സെല്ലേഴ്സ് ഇവിടെ ആക്ടിവേറ്റ് ആകും ഇത്രയും സ്ട്രോങ് ക്യാൻഡിൽ കണ്ടുകൊണ്ട്. സോ അങ്ങനെ പുതിയ സെല്ലേഴ്സ്, കറന്റ് ഡേയിൽ ആക്ടിവേറ്റ് ആകുന്ന പുതിയ സെല്ലേഴ്സിനെ മാർക്കറ്റ് ക്ലിയർ ചെയ്യുന്നത് ഒരു ഫിബൊനാച്ചി റീട്രേസ്മെന്റിലൂടെ തന്നെ ആയിരിക്കും അവരെ ക്ലിയർ ചെയ്യുന്നത്. അതായത് ഇവിടെ ടോപ്പ് ടു ബോട്ടം വരെ നോക്കുവാണെങ്കിൽ ഇതിന് ഈ ഒരു ഇവിടെ നിന്ന് എൻട്രി ചെയ്ത സെല്ലേഴ്സ് ഉണ്ടല്ലോ, ഈ ഒരു ഒറ്റ ക്യാൻഡില് സെല്ലേഴ്സ് എൻട്രി ചെയ്യില്ല. ഇതൊരു സ്ട്രോങ് ക്യാൻഡിലാണ്. മേ ബി ഇൻസ്റ്റിറ്റ്യൂഷന്റെ ഒക്കെ ക്യാൻഡിലായിരിക്കും. ഇൻസ്റ്റിറ്റ്യൂഷൻ പോലത്തെ സ്ട്രോങ് എൻറ്റിറ്റിയുടെ ക്യാൻഡിലായിരിക്കും ഇത്. സോ അവരുടെ ക്യാൻഡിൽ മാർക്കറ്റിൽ സെല്ലേഴ്സ് എൻറ്റർ ആകത്തില്ല. സെന്റർ ഇവിടെ മാർക്കറ്റ് ഹോൾഡ് ചെയ്തേക്കുന്നുണ്ട്. ഇവിടെ ചെറുതായിട്ട് ഹോൾഡ് ചെയ്തേക്കുന്നുണ്ട്. ഈ ഹോൾഡിലുള്ള പുതിയ സെല്ലേഴ്സ്, റീറ്റെയിൽ സെല്ലേഴ്സ് നമ്മളെ പോലെയുള്ള റീറ്റെയിൽ സെല്ലേഴ്സ് ഈ ചെറിയ ഹോൾഡ് കണ്ടുകൊണ്ട് ഇവിടെ മാത്രമേ എൻറ്റർ ചെയ്യത്തുള്ളൂ. സോ അവരുടെ സ്റ്റോപ്പ് ലോസ് എന്താണ്? ഈ ഒരു ക്യാൻഡിലിന്റെ 50-60% അബോവ് ആയിരിക്കും. സോ അവരുടെ സ്റ്റോപ്പ് ലോസ് മാർക്കറ്റ് എന്ത് ചെയ്യും? മാർക്കറ്റ് റിവേഴ്സ് ആകുന്ന പറഞ്ഞുകൊണ്ട് പാനിക് ആയിട്ട് 50% അവർക്ക് സ്റ്റോപ്പ് ലോസ് കൊടുക്കുമ്പോഴേക്കും, അല്ലെങ്കിൽ ഇവിടെ ഈ ഒരു കൺസോൾട്ടേഷനിൽ എൻട്രി ചെയ്തിട്ടുള്ള റീറ്റെയിലേഴ്സിന് സ്റ്റോപ്പ് ലോസ് ഇതിന്റെ മുകളിൽ വരുമ്പോഴേക്കും അവരുടെ മാർക്കറ്റ് എന്ത് ചെയ്യും? ക്ലിയർ ചെയ്യും. ഈ ഒരു ഇത്തരം റീട്രേസ്മെന്റ് കറക്റ്റ് 60% റീട്രേസ്മെന്റിൽ അവരുടെ സ്റ്റോപ്പ് ലോസ് റീറ്റെയിൽ സെല്ലേഴ്സിനെ ക്ലിയർ ചെയ്യും. ഇവിടെ ഉള്ളത് ഇൻസ്റ്റിറ്റ്യൂഷനാണ്. അവരുടെ മാർക്കറ്റ് ഫണ്ട് ചെയ്യാനുള്ള പ്രോബിലിറ്റി കുറവാണ്. കാരണം ഇത്രയും സ്ട്രോങ് ആയിട്ടുള്ള ക്യാൻഡിൽ ആയതുകൊണ്ട് ഇൻസ്റ്റിറ്റ്യൂഷൻ ലോസ് വരാനുള്ള ചാൻസ് വളരെ കുറവാണ്. റീറ്റെയിൽ ട്രേഡേഴ്സിനെ എക്സിറ്റ് ചെയ്യിപ്പിച്ചിരിക്കുന്നതാണ് ഈ ഒരു മൊമെന്റം എന്ന് പറയുന്നത്. സോ അത് ക്ലിയർ ആണ്. ഈ ഒരു മൊമെന്റത്തിൽ റീറ്റെയിൽ ട്രേഡേഴ്സ് എക്സിറ്റ് ആകും. നമുക്ക് ഇവിടെ എൻട്രി വരുന്നത് എവിടെയാന്ന് വെച്ചാൽ ബോത്ത് ഇൻഡെക്സും കൂടെ നമുക്ക് അനലൈസ് ചെയ്യണം. സോ ഇവിടെ ഓൾറെഡി ഞാൻ പറഞ്ഞിട്ടുണ്ട് ബയേഴ്സ് ആണ് ആക്ടിവേറ്റ് ആയിട്ടുള്ളത്. ഈവൻ ദോ നിഫ്റ്റിയിൽ ഒരു സെല്ലർ ആക്ടിവേറ്റ് ആണെങ്കിൽ പോലും അവരെ മാർക്കറ്റ് ഗ്യാപ്പ് അപ്പിൽ ഓപ്പൺ ചെയ്തിട്ടുണ്ട്, ക്ലോസ് ചെയ്തിട്ടുണ്ട്, ക്ലിയർ ചെയ്തിട്ടുണ്ട്. പക്ഷെ ഇവിടെ ബയേഴ്സ് ആക്ടിവേറ്റഡ് ആണ്. അതുപോലെ തന്നെ 2 ലെവൽ ഓഫ് ബയേഴ്സ് സെൻസെക്സിലും ആക്ടിവേറ്റഡ് ആണ്. ഈ ഒരു ഹ്യൂജ് ഗ്യാപ്പ് വന്നുകൊണ്ട് അവർ അത്യാവശ്യം നല്ല പ്രോഫിറ്റിലായിരിക്കും. സോ അതുകൂടാതെ മാർക്കറ്റിൽ എന്താണ് ഈ ഒരു മൊമെന്റം ഉണ്ട്. മാർക്കറ്റിൽ കറക്റ്റ് ഒരു എക്സാക്ട് 81,500 എന്നുള്ള ലെവലിൽ നിന്ന് നിയർ ബൈ തന്നെയാണ് ഇവിടെയും സെല്ലിങ് വന്നിരിക്കുന്നത്. സോ ഇവിടെയും പുതിയ ന്യൂ സെല്ലേഴ്സിനെ മാർക്കറ്റ് എന്ത് ചെയ്തു? ആക്ടിവേറ്റ് ചെയ്തിട്ടുണ്ട്. ന്യൂ സെല്ലേഴ്സിനെ മാർക്കറ്റ് ആക്ടിവേറ്റ് ചെയ്തു. പുതിയ സെല്ലേഴ്സ് ഇവിടെ ആക്ടിവേറ്റ് ചെയ്തു, ഇവിടെയും പുതിയ സെല്ലേഴ്സ് ആക്ടിവേറ്റ് ചെയ്തു. സോ പുതിയ സെല്ലേഴ്സിനെ ആക്ടിവേറ്റ് ചെയ്യുമ്പോഴേക്കും മാർക്കറ്റിൽ എന്താണ്? വേറെ സ്റ്റോപ്പ് ലോസോ കാര്യങ്ങളോ ഒന്നും തന്നെ ഇല്ല, പുതിയ സെല്ലേഴ്സ് മാത്രമേ ഉള്ളൂ. ഈ ഒരു റെഡ് ക്യാൻഡിൽ നിയർ ബൈ 81,500 നിന്ന് കണ്ടുകൊണ്ട് പുതിയ സെല്ലേഴ്സ് ആക്ടിവേറ്റ് ആകുന്നുണ്ട്. സോ ഒരു 1 ലെവൽ ഓഫ് സെല്ലിംഗ് അവിടെ നടക്കും. 1 ലെവൽ ഓഫ് സെല്ലേഴ്സിന് അവിടെ ആക്ടിവേറ്റ് ആകുന്നുണ്ട്. അതായത് 81,500. അതേപോലെ ബാങ്ക് നിഫ്റ്റിയിൽ നോക്കുവാണെങ്കിലും ബാങ്ക് നിഫ്റ്റിയിലും ഈ 2 ലെവൽ ഓഫ് സെല്ലേഴ്സ് ഇവിടെ സ്റ്റോപ്പ് ലോസ് അവൈലബിൾ ആണ് ബയേഴ്സിന്റെ. ഈ ഒരു ലെവല് 54,000 ബ്രേക്ക് ചെയ്തിട്ടും ഈ ഒരു ലെവൽ ബ്രേക്ക് ചെയ്തിട്ട് ഇവിടെ ബയേഴ്സിന്റെ സ്റ്റോപ്പ് ലോസ് അവൈലബിൾ ആണ്. ഈ ഗ്യാപ്പ് അപ്പ് കണ്ടുകൊണ്ട് വീണ്ടും ബയേഴ്സ് ആക്ടിവേറ്റ് ചെയ്യാനുള്ള ചാൻസ് ഉണ്ട്. പക്ഷെ ബയേഴ്സ് ഈ ഒരു ഹ്യൂജ് റെഡ് ക്യാൻഡിൽ ആക്ടിവേറ്റ് ആകത്തില്ല. അവരൊരു മൊമെന്റം അല്ലെങ്കിൽ ഒരു എന്താ പറയുക,
ഒരു ബൈങ് കണ്ടുകൊണ്ട് മാത്രമേ ഉള്ളൂ ബയേഴ്സ് പൊസിഷൻ ക്രിയേറ്റ് ചെയ്തിട്ടുള്ളൂ. സോ ഇവിടെ നമുക്ക് എക്സിറ്റ് ചെയ്യാൻ, ഇവിടെ എൻട്രി ചെയ്യാൻ പറ്റുന്നതെന്ന് പറഞ്ഞാല് നമുക്ക് റീട്രേസ്മെന്റിൽ മാത്രമേ ഉള്ളൂ നമുക്ക് സെൽ സൈഡ് എൻട്രി എടുക്കാൻ പറ്റുന്നുള്ളൂ. കാരണം 2 ലെവൽ ഓഫ് ബയേഴ്സ് ആക്ടിവേറ്റ് ആണ്. 2 ലെവൽ ഓഫ് ബയേഴ്സ് ആക്ടിവേറ്റ് ആയതുകൊണ്ട് തന്നെ നമുക്ക് ഇവിടെ ബയേഴ്സിന്റെ സ്റ്റോപ്പ് ലോസ് അവൈലബിൾ ആണ്. പിന്നെ ഈ ഹ്യൂജ് ഗ്യാപ്പ് അപ്പ് കണ്ടുകൊണ്ട് സ്ട്രോങ് ആയിട്ടുള്ള ബയേഴ്സ് വീണ്ടും ആക്ടിവേറ്റ് ആകും. അപ്പൊ ഇവിടെ എൻട്രി എടുക്കാൻ പറ്റുന്ന എവിടെയെന്ന് വെച്ചാൽ ഓൾറെഡി ഇവിടെയും 54,000 എന്നുള്ള നിയർ ബൈ ലെവലിൽ നിന്നും പിന്നെ ഈ ഒരു സ്ട്രോങ് ആയിട്ടുള്ള ലെവലും ഉണ്ടാവും ബാങ്ക് നിഫ്റ്റിയിൽ. ഇത് ഏത് ലെവലിൽ ഞാൻ കാണിച്ചു തരാം. ബാങ്ക് നിഫ്റ്റിയിലേക്ക് ഉണ്ട് ക്ലിയർ ചെയ്യാത്ത ക്ലോസിംഗ് പ്രൈസ്. ബാങ്ക് നിഫ്റ്റിയിൽ ഈ ക്ലിയർ ചെയ്യാത്ത ക്ലോസിംഗ് പ്രൈസിന്റെ ക്ലോസിംഗ് പ്രൈസിൽ നിന്നാണ് സെല്ലിങ് വന്നേക്കുന്നത്. സോ അവിടെയും സെല്ലേഴ്സ്, പുതിയ സെല്ലേഴ്സ്, ന്യൂ സെല്ലേഴ്സ് ആക്ടിവേറ്റ് ആകും. ബോത്ത് ഇൻഡെക്സിലും ന്യൂ സെല്ലേഴ്സിനെ ആക്ടിവേറ്റ് ചെയ്തിട്ടുണ്ട് ഓപ്പണിംഗിൽ തന്നെ. അതുകൊണ്ട് മാർക്കറ്റിൽ എന്ത് ചെയ്ത് കണ്ടിന്യൂസ് സെല്ലിങ് വന്നു, റീട്രേസ്മെന്റ് വന്നു, മാർക്കറ്റ് ക്ലിയർ ചെയ്ത് മൾട്ടിപ്പിൾ സെല്ലേഴ്സിന്റെ സ്റ്റോപ്പ് ലോസ് അവൈലബിൾ ആയി. സോ മാർക്കറ്റ് റീട്രേസ് ചെയ്ത് ഒരു സ്വിങ് ക്രിയേറ്റ് ചെയ്തു, ആ സ്വിങ്ങും ബ്രേക്ക് ചെയ്തു, ഈ സ്വിങ് കട്ട് ചെയ്തു. അതായത് ബാങ്ക് നിഫ്റ്റി പറയുകയാണെങ്കിൽ ആക്ച്വലി പറയുകയാണെങ്കിൽ ഒരു റീട്രേസ്മെന്റ് എടുക്കുകയാണെങ്കിൽ 50-60% എബോവ് ഇവരുടെ സ്റ്റോപ്പ് ലോസ് ക്ലിയർ ചെയ്തിട്ടുണ്ട്. ഈ ന്യൂ സെല്ലേഴ്സിനെ ക്ലിയർ ചെയ്തിട്ടുണ്ട്. ഈ ഒരു മൊമെന്റം കണ്ടുകൊണ്ട് തന്നെ മാർക്കറ്റിൽ എന്ത് ചെയ്യും, ഈ ഒരു സ്വിങ് ബ്രേക്ക് ഔട്ട് കണ്ടുകൊണ്ട് തന്നെ ഇവിടെയുള്ള സ്റ്റോപ്പ് ലോസ് മൊത്തം ക്ലിയർ ആവും. ഇവിടുത്തെ ന്യൂ സെല്ലേഴ്സ് പാനിക് ആയിട്ട് അവരുടെ സ്റ്റോപ്പ് ലോസ് മൊത്തം എക്സിറ്റ് ചെയ്യും. സോ അവരുടെ സ്റ്റോപ്പ് ലോസ് എക്സിറ്റ് ചെയ്ത് കഴിയുമ്പോഴേക്കും ഇവിടുന്ന് ആരാ വരുന്നത്, പിന്നെ പുതിയ ബയേഴ്സ് ആണ്. ഓൾറെഡി ബയേഴ്സിന്റെ സ്റ്റോപ്പ് ലോസ് അവൈലബിൾ ആണ് മാർക്കറ്റിൽ. ഇതൊക്കെ ബ്രേക്ക്, അതായത് ഈ റൗണ്ട് നമ്പേഴ്സിന്റെ താഴെയും ഓൾറെഡി ബയേഴ്സിന്റെ സ്റ്റോപ്പ് ലോസ് അവൈലബിൾ ആണ്. സോ ഈ ഒരു മൊമെന്റം കണ്ടുകൊണ്ട് പുതിയ ബയേഴ്സ് അവൈലബിൾ ആവും ഈ ഒരു ബ്രേക്ക് ഔട്ട് കണ്ടുകൊണ്ട്. സോ അവിടെ ബയേഴ്സിന്റെ സ്റ്റോപ്പ് ലോസ് അവൈലബിൾ ആണ്. സോ നമുക്കിവിടെ എൻട്രി എടുക്കാൻ പറ്റുന്ന പറഞ്ഞാൽ ഈ ഒരു അതായത് ഈ ഒരു 50-60% എബോവ് റിട്രേസ്മെന്റ് തന്നിട്ട് ഇവിടെ ഏകദേശം ഇവിടെ 50-60% എബോവ് റീട്രേസ്മെന്റ് തന്നിട്ട് നമുക്ക് ഇവിടെ പൊസിഷൻ ക്രിയേറ്റ് ചെയ്യാം. അതായത് റീസൺ എന്ന് പറയുന്നത് ഇവിടെ പൊസിഷൻ ക്രിയേറ്റ് ചെയ്യാം. 100 പോയിന്റ് സ്റ്റോപ്പ് ലോസും 100 പോയിന്റ് നമുക്ക് അല്ലെങ്കിൽ ഈ ക്ലോസിംഗ് പ്രൈസ് നമുക്ക് വേണം ടാർഗറ്റ് വെക്കാം. പക്ഷെ അതിന് ക്ലോസിംഗ് പ്രൈസ് വരെ വരാനുള്ള ചാൻസ് മാർക്കറ്റിൽ വളരെ കുറവാണ്. സോ ഈ കറന്റ് ഡേയ്സ് ലോ ടാർഗറ്റ് വെക്കാം, അതാണ് ബെറ്റർ. കാരണം പ്രീവിയസ് ഡേയിൽ മാർക്കറ്റ് ക്ലോസിംഗ് പ്രൈസ് ബ്രേക്ക് ഡൗൺ ചെയ്തു, കറന്റ് ഡേയിലും ബ്രേക്ക് ഡൗൺ ചെയ്യാനുള്ള ചാൻസ് വളരെ കുറവാണ്. മേ ബി ചെയ്യാതിരിക്കാം. പക്ഷെ നമുക്ക് ഏറ്റവും ബെറ്റർ ഓപ്ഷൻ എന്ന് പറയുന്നത് ഡേയ്സ് ലോ ക്ലിയർ ചെയ്യുന്നതാണ്. സോ ഒരു 160 പോയിന്റ്സ് എടുത്ത് നമുക്ക് ടാർഗറ്റ് കിട്ടുന്നുണ്ട്. അത് എങ്ങനെയാന്ന് വെച്ചാൽ മാർക്കറ്റിൽ ഓൾറെഡി ബയേഴ്സിന്റെ സ്റ്റോപ്പ് ലോസ് മാത്രമേ അവൈലബിൾ ആയിട്ടുള്ളൂ. പുതിയ സെല്ലേഴ്സിനെ മാർക്കറ്റ് ആക്ടിവേറ്റ് ചെയ്തിട്ടുണ്ട്. പുതിയ സെല്ലേഴ്സിനെ മാർക്കറ്റ് എന്ത് ചെയ്യും, ഒരു റീട്രേസ്മെന്റ് 50-60% റീട്രേസ്മെന്റിൽ ക്ലിയർ ചെയ്യിപ്പിച്ചിട്ടുണ്ട്. സോ സെല്ലേഴ്സ് അവൈലബിൾ അല്ല. പിന്നെ ഉള്ളതെന്ന് പറഞ്ഞാല് ബയേഴ്സ് ആണ്. കാരണം നിയർ ബൈ ഈ ഒരു ഹൈ കണ്ട, ഈ ഒരു ഹൈയുടെ നിയർ ബൈ എന്നാണ് ഇവിടുന്ന് വീണ്ടും ബൈങ് വന്നേക്കുന്നത്. സോ ഇവിടെ നിന്നും ബയേഴ്സ് ആക്ടിവേറ്റ് ആകും. ഓൾറെഡി പ്രീവിയസ് ഡേയിലും ബയേഴ്സ് ആക്ടിവേറ്റ് ആണ്. ഇവിടെ ഒരു 3 ലെവൽ ഓഫ് ബൈങ് ബയേഴ്സിനെ മാർക്കറ്റ് ആക്ടിവേറ്റ് ചെയ്തിട്ടുണ്ട്. സോ ഇവിടെ മാർക്കറ്റ് നടത്തിയേക്കുന്നത് എന്താ ആക്ച്വലി മാർക്കറ്റ് ഇവിടെ ചെയ്തേക്കുന്നത് എന്താന്ന് പറഞ്ഞാൽ ഗ്യാപ്പ് അപ്പ് ഓപ്പണിംഗിൽ സെല്ലേഴ്സ് അവൈലബിൾ ആണ്, അവരെ ക്ലിയർ ചെയ്തിട്ടുണ്ട്. അതുകൂടാതെ പുതിയ ബയേഴ്സിനെ മാർക്കറ്റ് എന്ത് ചെയ്തു, ആക്ടിവേറ്റ് ചെയ്യിച്ചു ഹ്യൂജ് ഗ്യാപ്പ് അപ്പ് ഓപ്പണിംഗിൽ. ഈ ഒരു ഗ്യാപ്പ് അപ്പ് ഓപ്പണിംഗിൽ പുതിയ ബയേഴ്സിന്റെ പെർസ്പെക്റ്റീവ് ക്ലിയർ ആക്കി കൊടുത്തു. സോ മാർക്കറ്റ് ഹ്യൂജ് എന്താ പറയാ ട്രെൻഡിലാണ്, അപ് ട്രെൻഡിലാണെന്നുള്ളൊരു പെർസ്പെക്റ്റീവ് മാർക്കറ്റ് ബയേഴ്സിന് കൊടുത്തു. അതുകൂടാതെ പ്രീവിയസ് ഡേയിൽ ബയേഴ്സിനെ ആക്ടിവേറ്റ് ചെയ്യിപ്പിച്ചു. റൗണ്ട് നമ്പറിന്റെ മുകളിൽ ക്ലോസ് ചെയ്തു. സോ ബയേഴ്സ് ആക്ടിവേറ്റ് ആണ്. ഗ്യാപ്പ് അപ്പ് ഓപ്പണിംഗിലും ബയേഴ്സ് ആക്ടിവേറ്റ് ആകും. അതുകൂടാതെ ഈ ഒരു പ്രീവിയസ് ഡേ ഹൈ കണ്ട, ഈ പ്രീവിയസ് ഡേ ഹൈയുടെ നിയർ ബൈ നിന്ന് ബൈങ് വന്നിട്ടുണ്ട്. പിന്നെ അതുകൂടാതെ ഇവിടെ ഒരു ലെവലുണ്ട്, ഈ ഒരു എക്സ്റ്റൻഡ് ലെവൽ. ഈ ലെവലും ബ്രേക്ക് ചെയ്ത്, അതായത് ഇവിടുത്തെ ഈ വിക്ക് കണ്ടോ, ഈ വിക്ക് വന്നിട്ട് ഇവിടെ ഒരു മൊമെന്റം കണ്ടോ. സോ ഈ ഒരു ചെറിയ സ്മോൾ സ്വിങ്ങും മാർക്കറ്റ് എന്ത് ചെയ്തു, ക്ലിയർ ചെയ്തു. അതായത് ഇവിടുന്ന് സെല്ലിങ് വന്നു, റിട്രേസ് ചെയ്തു, സെല്ലിങ് വന്നു. ഈ ഒരു റിട്രേസ്മെന്റിന്റെ എക്സ്റ്റൻഡ് ലെവലാണ് ഈ ഹൈ എന്ന് പറയുന്നത്. ഈ ഒരു റിട്രേസ്മെന്റും ബ്രേക്ക് ചെയ്തു. അതുകൂടാതെ ഇവിടുന്ന് പുതിയ ബയേഴ്സും ആക്ടിവേറ്റ് ചെയ്തു. ഓക്കെ, നിയർ ബൈ പ്രീവിയസ് ഡേ ഹൈയുടെ അടുത്ത് നിന്ന് ബൈങ് മൊമെന്റം വന്ന് ബയേഴ്സ് ആക്ടിവേറ്റ് ചെയ്തു. അതുകൂടാതെ വീണ്ടും ഒരു സ്വിംഗ് ക്രിയേറ്റ് ചെയ്ത് മൾട്ടിപ്പിൾ ബയേഴ്സിനെ ആക്ടിവേറ്റ് ചെയ്തു. ഇവിടെ ഉണ്ടായിരുന്ന സെല്ലേഴ്സിന്റെ പെർസ്പെക്റ്റീവ് മൊത്തം ക്ലിയർ ചെയ്തു. ന്യൂലി ആക്ടിവേറ്റഡ് ആയിട്ടുള്ള സെല്ലേഴ്സിന് ഒരു 50-60% റീട്രേസ്മെന്റിൽ മാർക്കറ്റ് തീർച്ചയായിട്ടും ക്ലിയർ ചെയ്യും.
അവരൊരു വീക്ക് ഹാൻഡ് ആണ്. ന്യൂലി ആക്ടിവേറ്റഡ് ആയിട്ടുള്ള സെല്ലേഴ്സ് വീക്ക് ഹാൻഡ് ആണ്. പ്രീവിയസ് ഡേ തൊട്ട് ആക്ടിവേറ്റഡ് ആയിട്ടുള്ള ബയേഴ്സ് സ്ട്രോങ് ഹാൻഡ് ആണ്. അതായത് നമ്മൾ എസ് എൽ ഹണ്ടിങ് പെർസ്പെക്റ്റീവിലാണ് പറയുന്നത്. അതായത് ന്യൂലി ആക്ടിവേറ്റഡ് ആയിട്ടുള്ള സെല്ലേഴ്സ് അധികം സസ്റ്റെയിൻ ചെയ്തില്ല. 50-60% റിട്രേസ്മെന്റ് അവർ ക്ലിയർ ആകും. ഇവിടെ സ്റ്റോപ്പ് ലോസോ കാര്യങ്ങളൊന്നും തന്നെ ഇല്ല. പിന്നെ സ്റ്റോപ്പ് ലോസ് ഉള്ളത് നിയർ ബൈ ബയേഴ്സിന്റെ ആണ്. അതായത് ഇവിടുന്ന് പ്രീവിയസ് ഡേ ഹൈയുടെ അടുത്ത് നിന്ന് വന്ന ബൈങ്ങിലോ ആക്ടിവേറ്റ് ചെയ്ത ബയേഴ്സ്, പിന്നെ ഗ്യാപ്പ് അപ്പില് ആക്ടിവേറ്റ് ആയ ബയേഴ്സ്, പ്രീവിയസ് ഡേയിൽ ആക്ടിവേറ്റ് ആയ 4 ലെവൽ ഓഫ് ബയേഴ്സ് ആണ് ബാങ്ക് നിഫ്റ്റിയിൽ ഇവിടെ അവൈലബിൾ ആയിട്ടുള്ളത്. സോ അവരെന്ത് ചെയ്യും, 50-60% റിട്രേസ്മെന്റ് വരുമ്പോൾ അത് കഴിഞ്ഞിട്ട് ഒരു റെഡ് ക്യാൻഡിൽ കണ്ടോ, ഈ ഒരു റെഡ് ക്യാൻഡിൽ നമുക്ക് എൻട്രി എടുക്കാം. 9:32 ക്യാൻഡിൽ നമുക്ക് എൻട്രി എടുക്കാം. ഡേ സ്ലോ ടാർഗറ്റ് 160 പോയിന്റ്, 100 പോയിന്റ് സ്റ്റോപ്പ് ലോസും വെക്കാം. സോ നിയർ ബൈ മാർക്കറ്റ് അവിടെ വന്നിട്ട് മാർക്കറ്റ് ഇങ്ങനെ എന്ത് ചെയ്തു, നമ്മുടെ ടാർഗറ്റ് നമുക്ക് ഇവിടെ ഏകദേശം ഒരു 10:40 ടാർഗറ്റ് ഹിറ്റ് ആയിട്ടുണ്ട്. അതേ ടൈമില് 9:36 എന്നല്ല നമ്മൾ ടൈം പറഞ്ഞ് ബാങ്ക് നിഫ്റ്റിയിൽ 9:32 ക്യാൻഡിൽ ഉണ്ട്. സോ അതേ ടൈമില് നിഫ്റ്റിയും സെൻസും നോക്കുവാണെങ്കിൽ 9:32 എന്ന് പറയുമ്പോൾ ഏകദേശം ഒരു 50-60% റീട്രേസ്മെന്റ് വന്ന് നിൽക്കുന്ന ടൈമാണ്. അതായത് ഇവിടുത്തെ സിനാരിയോ ക്ലിയർ ആണ്. അതായത് എന്ത് ചെയ്തു, മാർക്കറ്റില് പ്രീവിയസ് ഡേയിലെ സെല്ലേഴ്സിന്റെ സ്റ്റോപ്പ് ലോസോ കാര്യങ്ങളോ ഒന്നും തന്നെ ഇല്ല. ഇത് ന്യൂലി ഈ ഒരു പർട്ടിക്കുലർ ലെവലിൽ നിന്ന് ന്യൂലി സെല്ലേഴ്സിനെ ആക്ടിവേറ്റ് ചെയ്തിട്ടുണ്ട്. ഈ ഒരു 25,000 അടുത്ത് നിന്ന് കണ്ടോ, ന്യൂലി സെല്ലേഴ്സിനെ മാർക്കറ്റ് എന്ത് ചെയ്തു, ആക്ടിവേറ്റ് ചെയ്തിട്ടുണ്ട്. പിന്നെ ഡേ ബിഫോർ 26th മാർക്കറ്റിലെ 29th 26th മാർക്കറ്റിന്റെ ക്ലിയർ ചെയ്യാത്ത ക്ലോസിംഗ് പ്രൈസ് മാർക്കറ്റ് ക്ലിയർ ചെയ്ത് അവിടെ നിന്നാണ് ഈ ഹ്യൂജ് റെഡ് ക്യാൻഡിൽ വന്നത്. സോ ഇവിടുന്ന് എന്ത് ചെയ്യും, ഇവിടുന്ന് സെല്ലേഴ്സ് ആക്ടിവേറ്റ് ആകും. സെല്ലേഴ്സ് ആക്ടിവേറ്റ് ആയി കഴിയുമ്പോഴേക്കും മാർക്കറ്റിൽ എന്ത് ചെയ്യും, ഇതൊരു സ്ട്രോങ് ക്യാൻഡിലാണ്, ഇതൊരു ഇൻസ്റ്റിറ്റ്യൂഷൻ ടൈപ്പ് ഓഫ് ക്യാൻഡിലാണ്. സോ ഈ ഒരു കൺസോൾട്ടേഷനിലുണ്ട് ഇവിടെ സെല്ലേഴ്സ് ആക്ടിവേറ്റ് ആകും. സോ അവരുടെ എന്ത് ചെയ്യും, 50-60% അബോവ് റിട്രേസ്മെന്റ് വരുമ്പോൾ അവർ പൊസിഷൻ എക്സിറ്റ് ചെയ്യും. ഓക്കെ, അവർ പൊസിഷൻ ചെയ്യും. ആ ഒരു റിട്രേസ്മെന്റ് വന്ന ടൈമിലാണ് ബാങ്ക് നിഫ്റ്റി എന്ത് ചെയ്ത് മൾട്ടിപ്പിൾ ലെവലിൽ നിന്ന് ബയേഴ്സിനെ ആക്ടിവേറ്റ് ചെയ്ത് നിൽക്കുന്നത്. ഇവിടെ ഓൾറെഡി ബയേഴ്സ് ആണ് സ്ട്രോങ് ആയിട്ടുള്ള സെല്ലേഴ്സ്, ഇത് ന്യൂലി ക്രിയേറ്റ് ചെയ്തേക്കുന്ന സെല്ലേഴ്സ് ആണ്. 50-60% റിട്രേസ്മെന്റ് വരുമ്പോൾ ന്യൂലി ആക്ടിവേറ്റ് ആയിട്ടുള്ള സെല്ലേഴ്സിനെ ക്ലിയർ ചെയ്യും. ഓക്കെ, പിന്നെ ഇതൊരു സ്ട്രോങ് ക്യാൻഡിലും കൂടിയാണ്. ഇവിടുന്നായിരിക്കും പുതിയ സെല്ലേഴ്സ് ആക്ടിവേറ്റ് ചെയ്യുക. അവരെ മാർക്കറ്റ് ഈ ഒരു മൊമെന്റത്തിൽ നിന്ന് ക്ലിയർ ചെയ്യും. കറക്റ്റ് 50% റിട്രേസ്മെന്റിൽ നിഫ്റ്റി വന്ന് നിൽക്കുമ്പോൾ ബാങ്ക് നിഫ്റ്റി ഒരു സ്വിംഗും ബ്രേക്ക്, അതായത് ബാങ്ക് നിഫ്റ്റി ഏകദേശം ഒരു 9:22 ക്യാൻഡിലായിരിക്കും, 9:32 ക്യാൻഡില് ബാങ്ക് നിഫ്റ്റിയും എന്ത് ചെയ്തു, ബയേഴ്സിനെ ആക്ടിവേറ്റ് ചെയ്തിട്ടാണ് നിൽക്കുന്നത്. സെൻസസ് നോക്കുവാണെങ്കിൽ സെൻസസും 2 ലെവൽ ഓഫ് ബയേഴ്സിന്റെ സെൻസസും ആക്ടിവേറ്റ് ചെയ്തിട്ടുണ്ട്. അതുകൂടാതെ ഈ ഒരു 80,500 എന്നുള്ള ലെവലിലും ബയേഴ്സ് ആക്ടിവേറ്റഡ് ആണ്. അതിന്റെ മുകളിൽ മാർക്കറ്റ് ക്ലോസ് ചെയ്തേക്കുന്നത്, എന്നിട്ട് ഗ്യാപ്പ് ഓപ്പൺ ചെയ്യുന്നത്. സോ അവിടെയും ബയേഴ്സ് ആക്ടിവേറ്റഡ് ആണ്. സോ ഗ്യാപ്പ് ഓപ്പണിങ്ങിലും ബയേഴ്സ് ആക്ടിവേറ്റ് ആവും. ഈ ഒരു മൾട്ടിപ്പിൾ ലെവലിലും ബയേഴ്സ് ആക്ടിവേറ്റ് ആവും. അത് കൂടാതെ 81,000 എന്നുള്ള ലെവലിന്റെ നിയർ ബൈ എന്നാണ് ഇവിടെ ഇത് കണ്ട, ഇവിടെ ഒരു മൊമെന്റം തന്നേക്കുന്നത്. അത് മൊമെന്റം ക്ലിയർ കട്ട് ആയിട്ട് നോക്കുകയാണെങ്കിൽ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. അതായത് ഇവിടുന്ന് സെല്ലിങ് വന്നു, ഇവിടെ സെല്ലേഴ്സ് അവൈലബിൾ ആണെങ്കിൽ അത് ഈ ഒരു ക്യാൻഡിൽ കണ്ടുകൊണ്ട് മാർക്കറ്റിൽ ഈ ഒരു കൺസോൾട്ടേഷനിൽ സെല്ലേഴ്സ് ആക്ടിവേറ്റ് ആവും. അത് റീറ്റെയിലേഴ്സ് ആയിരിക്കും. ഈ ഒരു സ്ട്രോങ് ക്യാൻഡിൽ റീറ്റെയിലേഴ്സിന് ക്രിയേറ്റ് ചെയ്യാൻ പറ്റില്ല. ഈ ഒരു സ്ട്രോങ് ക്യാൻഡിൽ ക്രിയേറ്റ് ചെയ്യാൻ പറ്റുന്ന ഇൻസ്റ്റിറ്റ്യൂഷൻ ആയി. സോ അത് കൊണ്ടുകൊണ്ട് ഈ ഒരു സ്ട്രോങ് ക്യാൻഡിൽ കണ്ടു കഴിഞ്ഞിട്ടുണ്ട് റീറ്റെയിലേഴ്സ് ഉണ്ടാകും. അത് ഈ ഒരു മൾട്ടിപ്പിൾ സ്മോൾ റെഡ് ക്യാൻഡിൽസ് ഉണ്ടാകും. അവരെന്ത് ചെയ്യും, മാർക്കറ്റ് 50-60% റീട്രേസ്മെന്റ് തന്നെ അവരുടെ പൊസിഷൻ മാർക്കറ്റ് എക്സിറ്റ് ചെയ്യിപ്പിക്കും. എന്നിട്ട് ഒരു കൈൻഡ് ഓഫ് പാറ്റേൺ ചെറുതായിട്ട് ഇവിടെ ഫോം ആയിട്ടുണ്ട്. ഈ ഒരു 50-60% റീട്രേസ്മെന്റിൽ സെല്ലേഴ്സ് എക്സിറ്റ് ആവും. അത് കൂടാതെ 81,000 എന്നുള്ള ലെവലിന്റെ മുകളിൽ നിന്നാണ് ഈ ഒരു ബൈയിങ് വന്നേക്കുന്നത്. ഇവിടെ ബയേഴ്സിനെ ആക്ടിവേറ്റ് ചെയ്യിപ്പിക്കും. ഓൾറെഡി ഇവിടുന്ന് ബയേഴ്സ് ആക്ടിവേറ്റ് ആയി, ഗ്യാപ്പ് അപ്പിൽ ബയേഴ്സ് ആക്ടിവേറ്റ് ആയി. പ്രീവിയസ് ഡേയില് ഈ ഒരു അതായത് ഈ ഒരു എക്സ്റ്റൻഡ് ലെവൽ ബ്രേക്ക് ചെയ്യുമ്പോൾ ബയേഴ്സ് ആക്ടിവേറ്റ് ആവും. അത് കൂടാതെ 80,500 മുകളിൽ മാർക്കറ്റ് ക്ലോസ് ചെയ്യുമ്പോൾ ബയേഴ്സ് ആക്ടിവേറ്റ് ആവും. സോ ഒരു 4 ലെവൽ ഓഫ് ബയേഴ്സ് ആണ് ബാങ്ക് നിഫ്റ്റിയിലും സെൻസസിലും ഉള്ളത്. നിഫ്റ്റിയിൽ അത്രയും ബയേഴ്സ് ഇല്ല, പക്ഷെ ബാങ്ക് നിഫ്റ്റിയും സെൻസസിലും 4 ലെവൽ ഓഫ് ബയേഴ്സ് ഉണ്ട്. സോ ബോത്ത് ബാങ്ക് നിഫ്റ്റിയും സെൻസെക്സും പ്രീവിയസ് ഡേ ഹൈയിൽ നിന്നാണ് ബാങ്ക് നിഫ്റ്റി ബയേഴ്സിനെ ആക്ടിവേറ്റ് ചെയ്തേക്കുന്നത്. സെൻസസ് പറയുകയാണെങ്കിൽ അതേ ടൈമിൽ തന്നെ 81,000 നിയർ ബൈ എന്നാണ് ബയേഴ്സിനെ ആക്ടിവേറ്റ് ചെയ്തേക്കുന്നത്. ബയേഴ്സിനെ ആക്ടിവേറ്റ് ചെയ്ത് കൂടാതെ ഇവിടുന്ന് എൻട്രി ചെയ്ത പുതിയ സെല്ലേഴ്സ് ഉണ്ടല്ലോ, ഈ ഒരു 81,500 നിയർ ബൈ സെല്ലിങ് കണ്ടുകൊണ്ടും ഈ ഒരു റെഡ് ക്യാൻഡിൽ വന്നുകൊണ്ട് ആക്ടിവേറ്റ് ചെയ്ത സെല്ലേഴ്സ്,
അവരെ മാർക്കറ്റ് ക്ലിയർ ചെയ്യിപ്പിച്ചു. എന്നിട്ട് മാർക്കറ്റ് എന്ത് ചെയ്തു? മാർക്കറ്റ് ഹ്യൂജ് സെല്ലിങ് വന്ന് നമുക്ക് പ്രോഫിറ്റ് വന്നു. ഇവിടെ എൻട്രി എടുക്കാൻ പറ്റുന്നതെന്ന് വെച്ചാൽ ഏകദേശം ഈ ഒരു റെഡ് ക്യാൻഡിൽ തന്നെ 50-60% ക്ലിയർ ചെയ്യുമ്പോൾ തന്നെ നമുക്ക് ഇവിടെ നിന്ന് എൻട്രി എടുക്കാം. 150 പോയിന്റ്സ് ടാർഗറ്റ് സ്റ്റോപ്പ് ലോസും നോക്കി ഈ ലോ ക്ലിയർ ചെയ്യുന്നത് നമുക്ക് ടാർഗറ്റ് വെക്കാം. ഓക്കെ, ലോ കറക്റ്റ് ലോ ക്ലിയർ ചെയ്ത് ടാർഗറ്റ് കിട്ടി. മാർക്കറ്റ് ലോ ക്ലിയർ ചെയ്ത് കഴിഞ്ഞിട്ട് മാർക്കറ്റ് എന്ത് ചെയ്തു? കേട്ടോ, മാർക്കറ്റ് ആ ഒരു ഡേസ് ഹൈ വരെ മാർക്കറ്റ് വന്നു. ഓക്കെ, ഡേസ് ഹൈ വന്നിട്ട് മാർക്കറ്റ് ക്ലോസ് ചെയ്തു. മാർക്കറ്റ് സെല്ലിംഗ് ആയിരുന്നു, കണ്ടിന്യൂസ്ലി സെല്ലിംഗ് മൊമെന്റ് ആയിരുന്നു. ബയേഴ്സിനെ ആക്ടിവേറ്റ് ചെയ്ത് മാർക്കറ്റ് എന്ത് ചെയ്തു? അവരെ ക്ലിയർ ചെയ്ത് താഴത്തേക്ക് പോകും. അതാണ് നമുക്ക് ഇവിടെ കാണാൻ പറ്റുന്നത്. കാരണം ശ്രദ്ധിച്ചു നോക്കിയാൽ മനസ്സിലാവും. ഇവിടുന്ന് ഓരോ തവണ ബയേഴ്സിനെ ആക്ടിവേറ്റ് ചെയ്ത് ക്ലിയർ ചെയ്ത് ബയേഴ്സിനെ ആക്ടിവേറ്റ് ചെയ്ത് ക്ലിയർ ചെയ്ത് പുതിയ ബയേഴ്സ് ആഡ് ചെയ്ത് അവരെ ക്ലിയർ ചെയ്തു. ആ ഒരു മൊമെന്റമാണ് മാർക്കറ്റിൽ ഇവിടെ തന്നേക്കുന്നത്. സോ ഇത് കാണുമ്പോൾ നമുക്ക് മനസ്സിലാവും ഇവിടുന്ന് ബയേഴ്സിനെയാണ് മാർക്കറ്റ് ആക്ടിവേറ്റ് ചെയ്തേക്കുന്നത്. അതുകൂടാതെ ഈ ഒരു മൊമെന്റം നമ്മൾ ശ്രദ്ധിച്ചു നോക്കിയാൽ നമുക്ക് മനസ്സിലാവും. ഇവിടുന്ന് ഒരു സ്വിംഗ് പോലെ ക്രിയേറ്റ് ചെയ്തേക്കുന്നുണ്ട്. ഈ ഒരു സ്വിംഗ് ക്രിയേറ്റ് ചെയ്തേക്കുന്നത് ബയേഴ്സിനെ ആക്ടിവേറ്റ് ചെയ്തേക്കുന്നതാണ്. സോ നിഫ്റ്റിയിൽ എൻട്രി എന്ന് പറയുന്നത്, നിഫ്റ്റിയിൽ നമുക്ക് ആക്ച്വലി എൻട്രി വരുന്നില്ല. കാരണം എന്ന് വെച്ചാൽ നിഫ്റ്റി കുറച്ച് കൺഫ്യൂസ്ഡ് ആണ്. ഓക്കെ, അതുകൊണ്ട് നിഫ്റ്റിയിൽ നമുക്ക് എൻട്രി വരുന്നില്ല. ഈവൻ ദോ ഈ 50 ഈ റീട്രേസ്മെന്റിന് ഇവിടെ വേണമെങ്കിൽ ഈ റിട്ടേണിൽ നമുക്ക് എൻട്രി എടുക്കാം. പക്ഷെ എന്നാലും കൂടുതൽ ബയേഴ്സിന് നമുക്ക് അവൈലബിൾ ആക്കി തന്നിരിക്കുന്നത്, കൂടുതൽ മൂവ്മെന്റ് നമുക്ക് തരാൻ ചാൻസ് ഉള്ളത് സെൻസെക്സും ബാങ്ക് നിഫ്റ്റിയാണ്. മൾട്ടിപ്പിൾ ബയേഴ്സിനെ ആക്ടിവേറ്റ് ചെയ്തേക്കുന്നത് കൊണ്ട്. സോ നിഫ്റ്റി നോക്കുവാണെങ്കിൽ എന്ത് ചെയ്തു? മൾട്ടിപ്പിൾ സെല്ലിംഗ് വന്നു. കണ്ടോ, കണ്ടിന്യൂസ് സെല്ലിംഗ്. ബയേഴ്സിനെ ആക്ടിവേറ്റ് ചെയ്ത് സെല്ലിംഗ്, കണ്ടോ, ബയേഴ്സിനെ ആക്ടിവേറ്റ് ചെയ്ത് സെല്ല് ചെയ്തിട്ടാണ് മാർക്കറ്റ് ക്ലോസ് ചെയ്തേക്കുന്നത് നിഫ്റ്റി. അതേസമയം ബാങ്ക് നിഫ്റ്റി നോക്കുവാണെങ്കിലും ബാങ്ക് നിഫ്റ്റി എൻറ്റയർലി നെഗറ്റീവ് ആയിരുന്നു. ബാങ്ക് നിഫ്റ്റിയിൽ ഇവിടുന്ന് ഈ 54,000 നിന്ന് പ്രീവിയസ് ബ്രേക്ക് ചെയ്തപ്പോൾ എൻട്രി ചെയ്ത ബയേഴ്സ് ഉണ്ടല്ലോ, അവരെ മാർക്കറ്റ് കുറച്ച് ലേറ്റ് ആയിട്ടാണെങ്കിലും മാർക്കറ്റ് ബയേഴ്സിനെ ആക്ടിവേറ്റ് ചെയ്തിട്ട് അവരെ ക്ലിയർ ചെയ്തിട്ടാണ് മാർക്കറ്റ് ക്ലോസ് ചെയ്തത്. സോ അപ്പൊ ക്ലിയർ ആണ്. വീഡിയോ ഒന്നുകൂടെ കാണുക, മൾട്ടിപ്പിൾ തവണ കാണുക, ഇത്രേ ഉള്ളൂ ഐഡിയ കിട്ടത്തുള്ളൂ എങ്ങനെയാണ് കാര്യങ്ങൾ വർക്ക് അയക്കുന്നുണ്ട്. സോ ഓക്കെ ട്രേഡേഴ്സ്, അപ്പം നമുക്ക് അടുത്ത വീഡിയോ കാണാം. ബൈ.